ഇതിലൂടെ പരിചയപ്പെട്ട് ഒരു വലിയ കെണിയിൽ പോയി ചാടിയ ഒരു 16 വയസ്സുകാരിയാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇതൊരു ഹിന്ദു കുട്ടിയും മറ്റൊരു മുസ്ലിം പയ്യനുമാണ്. പക്ഷെ ഇതിലൊന്നും ഞാനൊരു വർഗീയതയും കാണുകയല്ല. പക്ഷെ അവൻ ഈ പരിചയപ്പെട്ട് 3 നാൾ മുതൽ ഈ കുട്ടിയോട് പറയണം, മതം മാറണം, അമ്പലത്തിൽ പോകരുത്, കുറിയിടാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ മനസ്സിനെ മാറ്റിയിരിക്കുകയായിരുന്നു. അപ്പം അവിടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടി തലയിൽ തുണിയിടാത്തൊരു ഫോട്ടോ പോലും അവർക്ക് കാണാൻ പോലും കഴിയത്തില്ല എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന അൻവർ ഷാ എന്ന് പറയുന്നൊരു പയ്യൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് 19 വയസ്സുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ പറയുന്ന അൻവർ ഷാ എന്ന് പറയുന്ന ഇവൻ ഈ കുട്ടിയെ മാനസികമായിട്ട് വലിയ രീതിയിൽ ഉപദ്രവിക്കുകയുണ്ടായി, മാനസികമായിട്ട്. കാരണം പോകുന്ന വഴിയിൽ ശല്യം, ബസ്സിൽ ശല്യം, വീട്ടിൽ വരും, അവൻ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞ് ഈ കൊച്ചിനെ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിക്കണം, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഇവൻ ഈ കുറെ നാളുകളായിട്ട് ഈ കൊച്ചിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് എന്തായാലും ഒരു കാര്യം സമാധാനമുണ്ട്, ഈ കുട്ടി ഇതിന്റെ അമ്മയോട് തുറന്നു പറയാതെ ഈ കുട്ടി വല്ല കടുകയും കാണിച്ചിരുന്നെങ്കിൽ നാളെ ഒരു വാർത്ത 56 കാര്യം കൊല്ലത്ത് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നു നമുക്ക് വരാൻ കഴിഞ്ഞത്. ഈ പ്രണയം തുടങ്ങിയതുണ്ട് ഇപ്പൊ ഈ നിമിഷം വരെയുള്ള കാര്യം കുട്ടി നമ്മളോട് പറയും. ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയച്ചത് ആദ്യം, പിന്നെ ഫ്രണ്ട്ഷിപ്പിനകത്ത് റിലേഷൻഷിപ്പിലോട്ട് പോയി. ആദ്യം വലിയ കുഴപ്പമില്ല, ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ തുടങ്ങി ഞാൻ ആരോട് മിണ്ടരുത്, അതൊക്കെ എല്ലാ ബോയ്സും പറയുന്നേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത്, നമുക്കൊക്കെ അറിയാമല്ലോ ജാമിദ ആരാണ് എന്ന് പറഞ്ഞാൽ, ജാമിദ എന്ന് പറയുന്ന സ്ത്രീ യുക്തിവാദിയാണെന്നാണ് അവളിപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അവൾ ആദ്യകാലത്തൊക്കെ ശേഖനൂർ മൗലവിയുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ആ സ്ത്രീ പ്രവർത്തിച്ചത്. പിന്നീട് അതിൻ്റെ മുമ്പ് ഈ സ്ത്രീ ആരായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അവിടുത്തെ മദ്രസയിലോ മറ്റോ എന്തോ പണിയെടുത്തു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെയാണത്ര അവൾ ഖുർആൻ പഠിക്കാൻ ഇടയായത് എന്നാണ് അവൾ പറയുന്നത്. ഈ ആയയായിട്ടാണ് അവിടെ പോയത് എന്നാണ്, അല്ലാതെ വിവരാവകാശ പ്രകാരം പോലും ചോദിച്ചവർക്കൊന്നും തന്നെ അവൾക്ക് യാതൊരു ബി എഡ് വേണമല്ലോ. ഒരു ഹൈസ്കൂൾ തലത്തിൽ പഠിപ്പിക്കണമെങ്കിൽ ബി എഡ് വേണം. ഇനി അതല്ല, ഒരു TTC വേണം. എന്തിന്? ഒരു LP തലത്തിലോ UP തലത്തിലോ പണ്ടൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ TTC എങ്കിലും വേണമെന്നാണ് നമുക്കൊക്കെ അറിയുന്നത്. ഇത് രണ്ടും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ചെയ്തിട്ടില്ല. ബി എഡും എടുത്തിട്ടില്ല, TTC എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ സ്ത്രീ ടീച്ചറാവുക? ഇവിടെ എല്ലാവരും ജാമിദ ടീച്ചർ, അത് സംഖ്യകൾ ഇട്ട് കൊടുത്തൊരു പേരാണ്. അല്ലാതെ ചില ആളുകളുണ്ടല്ലോ, ഞങ്ങളവിടെ ഒരു ചായ കട നടത്തുന്ന ഒരാളുണ്ട്, സുകുമാരൻ എന്നാണ് പേര്. ആ സുകുമാരനെ കുറിച്ച് മാഷ എന്നാണ് വിളിക്കുക. അപ്പം ഞാൻ ആദ്യകാലത്തൊക്കെ ഈ സുകുമാരൻ മാഷാണോ നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു, എന്താണ് ഈ സുകുമാരനെ മാഷ എന്ന് വിളിക്കുന്നു? മാഷ വളരെ ബഹുമാനത്തോട്. അങ്ങനെയാണ് മൂപ്പരെ കുറിച്ച് വിവരം കിട്ടിയത്. എന്തെന്ന്? മൂപ്പരുടെ പ്രയോഗമാണ് എല്ലാവരെയും മാഷ എന്ന് വിളിക്കുക. ഒരു ചായ തരൂ, അല്ലെങ്കിൽ ഒരു ചായക്ക് വേണ്ടി ആ ചായക്കടയിൽ കയറിയാൽ ഈ സുകുമാരൻ ചോദിക്കും എല്ലാവരോടും, മാഷ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ചായക്ക് കടി എന്താ വേണ്ടത്? ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ എന്ന് പറയുന്ന ആ ചായക്കടക്കാരുടെ എല്ലാവരും കൂടെ പിന്നെ അയാൾക്ക് ഇട്ടുകൊടുത്ത ഒരു സ്ഥാനപ്പേരാണ് മാഷ എന്നതുപോലെയാണ് ഈ ജാമിദ എന്ന് പറയുന്ന സ്ത്രീക്ക് പൊതുവെ വെച്ചു കൊടുത്തതാണ്. ഈ സംഘികളും മുസംഘികളും എല്ലാവരും കൂടെ പറഞ്ഞതാണ്, അജ്ജ് മാഷ് തന്നെ, അല്ലെങ്കിൽ ടീച്ചർ തന്നെ. അങ്ങനെയാണ് ആ ടീച്ചർ അത് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഖുർആൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവൾ പഠിച്ചത് എന്നാണ് പിന്നെ ഒരു ചോദ്യം വരുന്നത്. നിങ്ങൾ അറിയണം, എല്ലാ ശ്രോതാക്കളും അറിയാനായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു, എങ്ങനെയാണ് ജാമിദ ഖുർആൻ പഠിച്ചത്. യഥാർത്ഥത്തിൽ അവൾ ഓതുന്നത് മുഴുവനും തെറ്റാണ്. അത് ആദ്യകാലത്ത് തന്നെ. പിന്നീട് അവൾ ഇപ്പോൾ നോക്കിയിട്ട് ഖുർആനെ വിമർശിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ആയത്തുകൾ കട്ട് ചെയ്ത്, അക്ഷരങ്ങൾ കട്ട് ചെയ്ത്, വെറുതെയെങ്കിലും തോന്നിവാസങ്ങളായ അർത്ഥങ്ങൾ വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇവൾ ഈ ഖുർആൻ പഠിച്ചതെന്നാൽ കുറച്ചെങ്കിലും വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു ചെറിയ പഠനം ആവശ്യമുണ്ടല്ലോ. നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലും ഒരാളെക്കുറിച്ച് വിമർശിക്കുകയാണ്, അയാളെക്കുറിച്ച് കുറച്ച് പഠിക്കണമല്ലോ. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ പഠിക്കണോ? അപ്പോൾ ഇവൾ പഠിച്ചത് ജബ്ബാർ മാഷി എന്ന് പറയുന്ന ഒരു യുക്തിവാദി എന്ന് ഈ പറയുന്ന കപട യുക്തിവാദി തന്നെ. വേറെ ആരെയും വിമർശിക്കാറില്ല, മുസ്ലിമിന് ഇസ്ലാമിക ബേസിന്. അപ്പോൾ ഞാൻ ജബ്ബാർ മാഷറുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. എങ്ങനെ?
ജബ്ബാർ മാഷ് അതിന് ഖുർആൻ ക്ലാസ് നടത്തിയിരുന്നോ? ഇല്ല. ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എന്ന പേരിൽ അവിടെ ആ യുക്തിവാദി ഫോറത്തിൽ അല്ലെങ്കിൽ എസൻസ് ഗ്ലോബലിൽ ഖുർആൻ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട് ഖുർആൻ ക്ലാസ്. അതിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് യഥാർത്ഥത്തിൽ ജാമ്യത ഖുർആൻ. അതുകൊണ്ടാണ് അവളുടെ ഉച്ചാരണവും അവൾ അതിനെക്കുറിച്ചുള്ള വെറുതെയെങ്കിലും ഇല്ലാത്ത അർത്ഥം വെച്ചുകൊണ്ട്. അപ്പം ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇപ്പം ഈ പറയുന്ന സ്ത്രീക്ക് നാവിന് എല്ലില്ല, മാത്രമല്ല സാമൂഹ്യ ബോധമില്ല, ഒരു 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 വ്യക്തി ഗുണമില്ല, ഒരാളെയും ഭയമില്ല. ഇവിടുത്തെ ഭരണകൂടം വളരെ നിഷ്ക്രിയമായി നിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് തന്നെ ഇത്ര ക്രമസമാധാന നില പ്രശ്നം വരുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ ക്ഷമ കൊണ്ട് മാത്രമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും അവരെ പഠിപ്പിച്ചിട്ടുള്ള ആ അധ്യാപനം ഇവൾ പറയുന്നത് പോലെ അല്ല. ആ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രവാചകൻ്റെ മര്യാദ, ആ പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഈ ജാമ്യതയൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ. അതല്ലായിരുന്നു എങ്കിൽ വേറെ നിങ്ങൾ കണ്ടില്ലേ, ഈ സംഘികളായാലും ക്രിസംഘികളായാലും വേറെ ഒരു ഏതെങ്കിലും ഒരാളെ അല്ലേ ഒരു പരിഹാസ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കട്ടെ. യേശുവിനെ കുറിച്ച് പരിഹാസ രീതിയിൽ ചെയ്താൽ ആ ആരിസ് മദനിയുടെ ചാനൽ പോലും പൂട്ടിയത് കാസ കൊടുത്ത പരാതിയെ തുടർന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ എന്തേ ഈ പിണറായി അന്തം വിട്ട് നിൽക്കണ? ഈ പറയുന്ന സ്ത്രീ ഒരു എന്താ പറയുക, ഒരു 300 കോടിയോളം വരുന്ന ജനങ്ങളുടെ ചങ്കായ ഹൃദയത്തിൻ്റെ ഭാഗമായ ആ അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ അല്ലേ, എല്ലാ ദിവസവും ഒരു 25-30 വീഡിയോയാണ് ഈ സ്ത്രീ ചെയ്തു കൂട്ടുന്നത്. എന്നിട്ടോ ഇത് മുഴുവനും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യവിശ്വാസികളെയും ഖുർആനെയും ഒക്കെ വെറും നുണ പറഞ്ഞിട്ട് പച്ച നുണ പറയട്ടെ, അതിൽ നമുക്ക് പ്രശ്നമില്ല. യൂട്യൂബാണ്, യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ നുണ കൂടുതൽ പറയാറുണ്ട്. ഞാനത് പറയുന്നില്ല, സത്യം തന്നെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വിമർശിക്കുമ്പോൾ ഈ സ്ത്രീ ഒരു മര്യാദയും പുലർത്താറില്ല, ഒരു മാന്യതയും പുലർത്താറില്ല. ആരെ? മുസ്ലിം സമൂഹത്തിൻ്റെ ചങ്കിലെ കരളായ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയായ ആ പ്രവാചകനെ ഇത്രയേറെ തെറി പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ സ്ത്രീക്കെതിരെ ഒരു നിയമ നടപടിയും ഈ ഭരണകൂടം എടുക്കുകയോ അതല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായം ഉണ്ടാവുമല്ലോ, ഇവർ ഇങ്ങനെ കിടന്നിട്ട് തന്നെ ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ കുറേ സംഘടനകളുണ്ട് നമ്മൾക്ക് അല്ലേ. ഇന്ന് ആ സംഘടനകൾ, ഇപ്പോൾ കാസ എന്ന് പറയുന്ന ആ സംഘടനയാണ് ആരിസ് മദനി യേശുവിനെ നിന്ദിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം യേശുവിനെ നിന്ദിച്ച് ആരിസ് മദനി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആരിസ് മദനി ഈ മതത്തിൽ നിന്ന് പുറത്താവും. നമുക്ക് ഈസാ നബി എന്നാണ് യേശുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. ഈസബിന് മറിയം, ഈസ എന്ന് കേട്ടാൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കിടയിൽ ഒരു മുസ്ലിമിന്, ഒരു മൂമിനിന് എന്താണ് ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്ന് പറഞ്ഞത്. ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിലും ഒരു വിവേചനവും അവർ ചെയ്യില്ല. അപ്പോൾ ആരിസ് മദനി യേശുവിനെ ചീത്ത പറയോ, കുറ്റം പറയോ? ഇല്ല. പക്ഷേ യേശുവിനെ കുറിച്ച് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ ചെയ്യുന്ന എന്തോ ഒരു പ്രവൃത്തിയെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ അങ്ങോട്ട് ഒരു പരാതിയെ തുടർന്ന് പൂട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ജാമിദ, ഈ പറയുന്ന മുസ്ലിമീങ്ങളെ അങ്ങേയരം നിന്ദിച്ചു കൊണ്ടിരിക്കുന്ന ആരിഫ്, അത് സഫീന ബീവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ? എന്ത്? ഞാൻ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുസ്ലിം സമുദായം ഇപ്പോഴും ഉറങ്ങുകയാണ്. അവർ മെനക്കെട്ടിരുന്നെങ്കിൽ ഇത് എന്നോ പൂട്ടിക്കെട്ടുമായിരുന്നു. അപ്പോൾ അവരുടെ ഈ എന്താ പറയുക, ഈ മറിച്ചിലുണ്ടല്ലോ, ഈ ഒടിയൻ മറിച്ചിൽ, അത് അവൾ നിർത്തും. പക്ഷേ ആരും ഈ സമുദായത്തിൽ നിന്ന് തയ്യാറാവാത്തത് കൊണ്ട് അവൾ ഈ തരത്തിൽ വർഗീയ വിദ്വേഷം, മുസ്ലിം വിദ്വേഷം മാത്രമിട്ട് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങളുടെ പഠിപ്പിച്ച ഖുർആന്റെയും പ്രവാചകന്റെയും മര്യാദയുടെ അടിസ്ഥാനം മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ടാവാതെ പോണത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഈ സ്ത്രീ പറയുന്നുണ്ട് അവരുടെ ഒരു ഹിന്ദു സുഹൃത്തുമായിട്ട് അഭിമുഖം എന്ന പേരിൽ ആ ഹിന്ദു സുഹൃത്തിൻ്റെ മകളുമായിട്ടും അഭിമുഖം എന്ന് പറഞ്ഞു. ഇവളൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയും ശരിക്ക്? ഇവളെ ഈ ഒറ്റ കാരണം മതി, വെറും വ്യാജം പ്രചരിപ്പിക്കുന്നു. എങ്ങനെ അവരുടെ വീട്ടിലെ അവരുടെ മകളെ കൊണ്ട് പറയിപ്പിക്കുക. എന്നിട്ട് അപ്പുറത്തുനിന്ന് അവരുടെ സുഹൃത്തായ സംഗി ബൈജുവിനെ നിങ്ങൾക്കൊക്കെ അറിയൂലേ? ആ സംഗി ബൈജു അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൺ സുഹൃത്തുക്കൾ അവൾക്കുണ്ട്. അവരൊക്കെ എന്തെങ്കിലും പറയുക, എന്നിട്ട് അവളുടെ മോളെ അല്ലെങ്കിൽ ഇവരുടെ മോളെ പിന്നാമ്പുറത്ത് നിർത്തിയിട്ട് അവർ പറയുന്നത് പോലെ സങ്കടത്തോടു കൂടെ പറയുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഇപ്പൊ പറയുന്നത്? നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കൂ. കാരണം
മെസ്സേജ് അയച്ചത് ആദ്യം. പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നകത്ത് റിലേഷൻഷിപ്പിലോട്ട് പോയി. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ തുടങ്ങി ഞാൻ ആരോടും മിണ്ടരുത്. അതൊക്കെ എല്ലാ ബോയ്സും പറയുന്ന പൊതുവെ പറഞ്ഞു. ഞാൻ കാര്യമൊക്കെ എടുത്ത് ഞാൻ അനുസരിച്ച്. പിന്നെ പതുക്കെ 2-3 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു. അവന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവന്റെ ഉമ്മയൊക്കെ പറഞ്ഞത് കൂടിയിടരുത്, അമ്പലത്തിൽ പോരുത്, മതം മാറണം, മതം മാറിയേ പറ്റൂ, പൊന്നാനിയിൽ കൊണ്ടുപോകും, ക്ലാസ് ഉണ്ട് അവിടെ നിർത്തും. പിന്നെ ആലപ്പുഴയില് ഒരു ജോബി ഇയാളുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് പൊന്നാനി കൊണ്ടുപോകുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു. അത് പറഞ്ഞ് പിന്നെ പൊട്ടിടരുത്, കുറിയിടരുത്, അമ്പലത്തിൽ പോരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അതുപോലെ പൊതുവെ അമ്പലത്തിൽ പോകും ഇവിടെ. അപ്പൊ എല്ലാവരും ഒരു 6 മണിക്ക് ശേഷം നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. വീട്ടുകാർ വിളിക്കുമ്പോഴും ഞാൻ എതിർക്കുമായിരുന്നു. ഞാൻ പറയും ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കം. അപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവര് ക്യാൻസൽ ചെയ്യും, പോക്ക് ക്യാൻസൽ. അപ്പോഴൊന്നും എനിക്ക് അതിൻ്റെ അടുത്ത് മനസ്സിലായില്ലേ മതം മാറുന്നത് ഇത്രയും വലിയ പ്രശ്നമാണെന്നോ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചു. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ തിരക്കിയപ്പോഴത്തേനും മതം മാറണം, പേര് മാറും, ഇതൊക്കെ ആയപ്പോൾ എനിക്ക് പേടി. ഇപ്പൊ നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇത് എപ്പോഴും പറയും മതം മാറണം, പൊന്നാനി കൊണ്ടുപോകും. എനിക്ക് 18 വയസ്സ് പൂർത്തിയായി, അവന് 21 വയസ്സ് പൂർത്തിയായി. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ കൂടെ ഇറങ്ങി ചെന്നേ പറ്റൂ. പോയില്ലെങ്കിൽ മറ്റേ കഴിഞ്ഞ വർഷം ദേവനന്ദയും ഷെബിൻഷ എന്ന് പറഞ്ഞ പിള്ളേരുണ്ട് ആത്മഹത്യ, അവരെ പോലെ എന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ച് നിർത്തിയിരുന്നത്. പിന്നെ ഒരു ദിവസം ഇവന്റെ ഉമ്മ എന്നെ വിളിച്ച് നല്ലോണം തന്നെ സംസാരിച്ച്. എന്റെ ഉമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ച് നേരെ സംസാരിച്ച്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എന്റെ ഉമ്മയും ഉമ്മയൊക്കെ പറഞ്ഞ് മതം മാറിയേ പറ്റൂ. ഞാൻ പറഞ്ഞ് അവിടെ ഹിന്ദുവായിട്ട് നിൽക്കട്ടെ, അതുപോലെ പറ്റത്തില്ല, മുസ്ലിം തന്നെ ആയേ പറ്റൂ, പേരൊക്കെ മാറ്റണം എന്നാൽ ഉമ്മയും ഉമ്മുമ്മയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവൻ അതിന് പങ്കില്ലെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ ഈ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ക്രിസരി മുറിച്ചു. കാരണം ഒരു ജിഹാദി ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ചു. എന്നിട്ട് സിറിയയിലേക്കോ എന്താ പറയുക വേറെ ഏതോ ഒരു സൗദിയിലേക്കോ മറ്റോ കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ അങ്ങനെ അവളെ മതം മാറ്റി ഇനി ഒരു പീഡനവും നടത്താൻ ബാക്കിയില്ല. അങ്ങനെ അവളെ പ്രണയിച്ചു. എത്ര വയസ്സ്? 17. ആലോചിച്ച് നോക്ക്. നിയമം അനുസരിച്ച് 17 വയസ്സിൽ പ്രായപൂർത്തിയുമായിട്ടില്ല. എന്നിട്ട് അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോയി പച്ചപ്പകല്. എവിടേക്കാ കൊണ്ടുപോണത്? മഹൂനം എന്ന് പറയുന്ന പൊന്നാനിയിലുള്ള കൺവെർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മഹൂനം. ആ മഹൂനത്തിലേക്ക് ബലമായിട്ട് ഈ കുട്ടിയെ നവാസ് മന്നാനി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായതൊക്കെ പറയുന്ന ഒരു തെക്കൻ ജില്ലയിലുള്ള ഒരു പ്രമുഖനാണ്. ആ പ്രമുഖൻ ഇതൊന്നും സംഭവമേ അറിയില്ല. ആലോചിച്ച് നോക്കണം. അള്ളാഹു പറയുന്നു ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ്. ഒരൊറ്റ വ്യക്തി നോക്കണം ഒരു ബലപ്രയോഗം നടത്തിയാൽ ഈ മതത്തിൻ്റെ പേരിൽ അവനാ മതത്തിൽ നിന്ന് പുറത്താകുക. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുപോട്ടെ, അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി മന്നാനി എന്താ പറയുക, ഇവരുടെ ക്രിസരി മുറിക്കാൻ വേണ്ടിയിട്ട് ഈ മന്നാനിയാണ് അത്ര ആയുധം എന്താക്കിയത്, മൂർച്ച കൂട്ടിയത് ക്രിസരി മുറിക്കാനേ. അങ്ങനെ ഈ പൊട്ടി കരയാണ്. ആര്? ഈ പെൺകുട്ടി ഈ കത്തി അണക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു സങ്കടത്തോടു കൂടെ. ഈ സമൂഹം ഇത് കാണുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ പൊട്ടിക്കരഞ്ഞു. രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്തിനേറെ പറയണം, ജിഹാദികളെല്ലാവരും പാടെ കൂടി. അങ്ങനെയാണോ ജിഹാദികളുടെ സ്വഭാവം? കാരണം ഒരു ശർക്കര ഒരു ഭാഗത്തിട്ടാൽ ഈച്ചകൾ കൂടുന്നത് പോലെ ജിഹാദികൾ കൂട്ടമായി വന്നു. എന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ ബലമായിട്ട് പിടിച്ച് ഈ നവാസ് മന്നാനി ഈ കുട്ടിയുടെ ക്രിസരി മുറിച്ചു. വല്ലാത്ത ക്രൂരത. അങ്ങനെ കരഞ്ഞു. എന്തിനേറെ പറയണം, ഈ കുട്ടി തളർന്നു അവിടെ വീണു. അവസാനം പിന്നെ സീരിയസ് ആയിട്ട് പിന്നെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാണ് പറയുന്നത്, അല്ല എന്താണ് ഈ സംഭവം, ഇങ്ങനെ ഏത് സമയത്തും ഈ കുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ടല്ലോ, അത്രക്ക് മാരകമായിട്ടുള്ള പരിക്കാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുന്നില്ലേ? ഞങ്ങൾ പരാതിപ്പെടും എന്ന് സ്വാഭാവികമായിട്ട് ഡോക്ടർ പറയുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ പല കാര്യങ്ങളിലും കണ്ട് എന്തായാലും ഒരു സംശയകരമായ രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ഏത് ആസ്പത്രിയിലായാലും അവരുടനെ എന്ത് ചെയ്യും, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും, പോലീസ് വരും. അപ്പോൾ ഈ ക്രിസരി മുറിച്ച് അത്യാസന്ന നിലയിൽ കഴിഞ്ഞുകൂടുന്ന ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കൂടെയുണ്ട്. ഹിന്ദു രക്ഷിതാക്കളുണ്ട്, സംഘിക്കൂട്ടമുണ്ട്. മാത്രമല്ല ജാമിദയെ പോലെയുള്ള മുസംഘിക്കൂട്ടങ്ങളും എത്തി നിൽക്കുന്നുണ്ട്. കാരണം അങ്ങനെ തന്നെയാണ് അവർ, ഞാൻ പറയുന്ന മറ്റേ ജിഹാദികൾ പൊതിയുന്നത് പോലെ തന്നെയാണ് ഇവരും. കുറച്ചുണ്ടെങ്കിലും എല്ലാവരും പാടെ കൂടിയിട്ട് ഈ കുട്ടിയെ ആസ്പത്രിയിൽ എത്തിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, അല്ല ഇത് ഞങ്ങൾ ഈ രീതിയിൽ ഇവിടെ കെടുത്താൻ പറ്റൂല, ഈ കുട്ടിയുടെ ഈ ദുരിതാവസ്ഥ പോലീസിൽ അറിയിക്കണം. അപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയും
ഈ പറയുന്ന മുസംഗികൾ എല്ലാവരും പാടെ കൂടിയിട്ട് പറഞ്ഞു, ഈ പോലീസിലൊന്നും പോലീസിൽ പരാതിപ്പെടണ്ട. അപ്പോൾ എന്തേ പോലീസിൽ പരാതിപ്പെട്ടാൽ അതാ വലിയ രസം. പോലീസിൽ പരാതിപ്പെട്ടാൽ ഈ കുട്ടിക്ക് ഇനി ഭാവിയിൽ ഒരു ജീവിതം വേണ്ടേ? ഈ കുട്ടിക്ക് ഭാവിയിൽ വിവാഹമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ അറിയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പോലീസിലൊന്നും കൊടുക്കണ്ട. ഇതിങ്ങനെ ഒക്കെ ജിഹാദികൾ ഇങ്ങനെയാണ് എന്ന് മാത്രമാണ് നിങ്ങളെല്ലാവരും അറിയുക. അതാണ് ജിഹാദികൾ ഇങ്ങനെ ഈ ഹിന്ദു പെൺകുട്ടികളെ നോട്ടമിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന മുസ്ലിം പെൺകുട്ടികൾ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ സ്വയം നിൽക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ എന്തെങ്കിലും കണ്ണും മൂക്കും കാണിച്ച് ഈ പറയുന്ന സംഘീകൂട്ടം ആദർശരഹിതമായിട്ടാണ് പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ വളരുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ തലയിലുള്ള ആ ഷാളൊക്കെ കാണേണ്ടതാണിപ്പോൾ. 95% പെൺകുട്ടികളും, അഥവാ ഏകദേശം ഒരു 14 വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു 45 വയസ്സ് 50 വയസ്സ് വരെ ഉള്ള പെൺകുട്ടികൾ പിന്നീട് അവർക്ക് ചാവാൻ നായി എന്ന് തോന്നുമ്പോൾ മാത്രമേ തട്ടൊന്നും നല്ല മര്യാദക്കിട്ടുള്ളൂ. അതുവരെ അവിടെ ഇങ്ങനെ ഇടുക. നിങ്ങൾ നോക്കി, ഞാൻ അത് നുണ പറയല്ല. ഇങ്ങനെ തലയുടെ നടുഭാഗത്ത് ഇങ്ങനെ ഇടും. എന്നിട്ടത് അപ്പം തന്നെ ഇങ്ങനെ വീഴും. പിന്നെ അപ്പം തന്നെ ഇങ്ങനെ ആക്കും. അത് വീണ്ടും വീഴും. അതിങ്ങനെ ആക്കും. ഇങ്ങനെ അള്ളാഹുവോ അവൻ്റെ റസൂലോ കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരിൽ നിന്ന് മറച്ചു നിൽക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കൂ എന്നാണ്. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. അപ്പോൾ അവർക്ക് വെളിവായ ഭാഗം എന്ന് പറയുന്ന ഒരർത്ഥം അതിൽ പറയുന്നുണ്ട്. അത് അവരുടെ മുഖവും മുൻകഴിയും മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല. അങ്ങനത്തെ ഈ സ്ത്രീകൾ ചാടാൻ വേണ്ടി മുൻകൈ എടുത്ത് നിൽക്കുമ്പോഴാണ്, അഥവാ സംഘികളുടെ കൂട്ടം വന്ന് ഇവരെ ചാടിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം വീടുകളിൽ മുഴുവനും സംഘികളും മാത്രമാണുള്ളത്. തന്ത്രപരമായ ഒരു പണിക്കെത്തിയാൽ പിന്നെ ആ പെണ്ണ് അവൻ്റെ കൂടെ പോവുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് പെണ്ണുങ്ങൾ. അപ്പോൾ ഈ മുറിയണ്ടികളോടാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾക്ക് പ്രേമം, അല്ലേ? ഇവിടെ തന്നെ പറയുന്നുണ്ട്, മുറിയണ്ടികളായ ആണുങ്ങൾ തീർച്ചയായിട്ടും ഈ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ പറയുന്ന പെണ്ണുങ്ങൾ മുഴുവനും പെൺകുട്ടികൾ മുഴുവനും ഈ സംഘികളോടൊപ്പം ചാടുന്നത്. അവർക്ക് മുറിയണ്ടി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവളുടെ ബാപ്പയൊക്കെ മുറിയണ്ടിയാണ്. അവളുടെ ബാപ്പയും ബാപ്പാൻ്റെ ബാപ്പയും ഈ പറയുന്ന ജാമിതൻ്റെ കുടുംബങ്ങളിലുള്ള ആണുങ്ങളൊക്കെ മുറിയണ്ടികളാണ്. അവരൊക്കെ അവരുടെ കുടുംബത്തിൽ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ ഈ പറയുന്ന സുന്നത്ത് നടത്തുന്നുണ്ട്, അല്ലേ? ആ സുന്നത്തിൻ്റെ ഗുണം എന്താണെന്ന് പല ഡോക്ടർമാരും പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. 2 ഗുണങ്ങളാണ്. ഒന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ ആ ലിംഗാഗ്ര ഭാഗം വ്യക്തമായ രീതിയിൽ ഛേദിക്കുന്നതോടുകൂടെ അവിടെ പിന്നീട് മാലിന്യം കെട്ടി നിൽക്കുകയില്ല. അതുകൊണ്ട് നല്ല ശുചിത്വം കിട്ടും. മൂത്രം ഒഴിക്കുന്നതിന് വളരെ ശുദ്ധഗതി കിട്ടും. അതുപോലെ തന്നെ ആമാശയ രോഗങ്ങൾക്ക് വളരെ ഗുണകരമാണ്. ഇവിടെ ഞാനിപ്പോൾ അതല്ല പറയുന്നത്. അപ്പോൾ ഈ മുറിയണ്ടികളെ വേണ്ട എന്നാണത്രേ മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ജാമിദ പറയുന്നത്. അതുപോലെ അപ്പോൾ പിന്നെ ഈ മുറിയണ്ടി ഇത്തരത്തിലുള്ള ഹിന്ദു പെൺകുട്ടികളെ ചാടിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. എന്ത് തന്നെയായാലും ഈ പച്ച നുണകൾ മാത്രം പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തി ഈ പാർട്ടിക്ക് എന്താ ലക്ഷ്യിച്ചാൽ യൂട്യൂബിൽ 25-30 വ്ളോഗുകളാണ്, വീഡിയോകളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര പണിയുണ്ട് സത്യത്തിൽ. ഒരു കൺപോള പോലും ഈ സ്ത്രീ വെട്ടിയിട്ടുണ്ടാവില്ല. അതിന് സമയമില്ല. മുഴുവനും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യവിശ്വാസികളെയും ഖുർആനെയും ഒക്കെ പരിഹസിച്ചു. ഒരു കണ്ടൻറ്റും അതിനകത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ക്രിസരി മുറിക്കാൻ കൊണ്ടുപോയ ആ പറയുന്ന വ്ളോഗിന് എന്താ പറയുക 200K-ലധികം പ്രേക്ഷകരുണ്ട്. അതോടൊപ്പം തന്നെ അത്രമാത്രം കമൻ്റ് ഉണ്ട്. പിന്നീട് തുടർന്നും അവൾ ചെയ്ത ആ ക്രിസരി വെറുതെ പറഞ്ഞിട്ട് ആ ക്രിസരി മന്നാനി ഉസ്താദ് മുറിച്ചു എന്ന് പറഞ്ഞ അതിനുമുണ്ട്. അപ്പോൾ ഇവൾ എന്താ കണ്ടിക്കണ്, ഇത് നല്ല ചൊറുക്കുണ്ടല്ലോ ഈ പരിപാടി, ഇക്കൊന്നും പേടിക്കാനുമില്ല, തോന്നിയത് മുഴുവനും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അത് തുടരുവോളം ഞാൻ അവളെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള വ്ളോഗുകൾ തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല അവളെ സംബന്ധിച്ചുള്ളതും അതുപോലെ തന്നെ ക്രിസംഗി കൂട്ടുകെട്ടിനെ കുറിച്ചുമുള്ള വ്ളോഗുകൾ തുടരുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.